കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി പി കെ കൃഷ്ണദാസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കേരളത്തിൽ BJPക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്നൊരു സമയമാണ്. ഈ സമയത്ത് പാർട്ടി അത്രയും വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നു. എത്രയുണ്ട് വിജയപ്രതീക്ഷ? ഞങ്ങൾക്ക് 100% കാട്ടാക്കട മണ്ഡലത്തിൽ വിജയപ്രതീക്ഷയാണുള്ളത്. കാരണം അത് വലിയ ആഗ്രഹമല്ല, അത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 1ാം സ്ഥാനത്തെത്തി. ഈ മണ്ഡലത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ചു. അതിലൂടെ ഒരു കാര്യം വ്യക്തമാകുന്നത്, കാട്ടാക്കടയിലെ ജനങ്ങൾ താമരയിൽ വോട്ട് ചെയ്ത് BJPയെ വിജയിപ്പിക്കുന്നതിൽ യാതൊരു പ്രയാസമില്ല, യാതൊരു തടസ്സമില്ല എന്നുള്ളത്. അതിലവർക്ക് സന്തോഷമുണ്ടെന്നാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തുടർന്നുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ നൽകിയ സ്വീകാര്യത ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയെയും കോൺഗ്രസിനെയും ഉപേക്ഷിക്കുന്ന ഒരു പുതിയ ജനവിധിയുണ്ടല്ലോ, അത് കാട്ടാക്കടയിൽ നിന്നാണ് ആരംഭിക്കാൻ പോകുന്നത്. അത് കേരളമാകെ വ്യാപിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, പ്രത്യാശിക്കുന്നത്. പ്രചരണത്തിന് എന്തൊക്കെ വിഷയങ്ങളാണ് മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ നടത്തുന്ന പ്രചരണമുണ്ട്. ആ പ്രചരണം 1 വികസിത കേരളം, ഇവിടെ വികസിത കാട്ടാക്കടയാണ്. 2 വിശ്വാസ സംരക്ഷണമാണ്. 3 സുരക്ഷിത കേരളമാണ്. ഇപ്പോൾ കേരളത്തിലും കാട്ടാക്കടയിലും എല്ലാം ഒരുപോലെ തന്നെയാണ്. ഈ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മാറി മാറി ഭരിച്ചെങ്കിലും ഒരു വികസനം ഇവിടെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ നോക്ക്, കാർഷിക മേഖല തകർന്നു, വ്യവസായ മേഖല തകർന്നു, വിദ്യാഭ്യാസ മേഖല തകർന്നു, ആതുര ശുശ്രൂഷ ഈ ആരോഗ്യ മേഖല ദയനീയമായി തകർന്നു. ഏത് മേഖലയാണ് മെച്ചപ്പെട്ടത്? ഈ സംസ്ഥാനത്തെ പരിതാപകരമായിട്ടുള്ള പതനത്തിലെത്തിച്ചു എന്നുള്ളതല്ലേ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും 65 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ നേട്ടം എന്ന് പറയുന്നത്. ഇപ്പോഴവർ പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടി നവകേരളത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ കോൺഗ്രസ് പറയുന്നത് പുതുയുഗം. 65 വർഷക്കാലത്തിനിടയിൽ ഒരു 3 പതിറ്റാണ്ടിലേറെ കേരളത്തിൽ ഭരണം നടത്താൻ അവസരം കിട്ടിയവരാണ് CPM-ഉം കോൺഗ്രസും. ഈ 3 പതിറ്റാണ്ട് കാലം അധികാരത്തിൽ ഇരിക്കാൻ അവസരം കിട്ടിയിട്ടും നടപ്പാക്കാൻ സാധിക്കാത്ത നവകേരളവും പുതുയുഗവും ഇനി അടുത്ത 5 വർഷത്തിനുള്ളിൽ സാധിക്കുമെന്ന് പറയുന്നത്, സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരാണെന്നാണോ ഈ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ കരുതുന്നത്? അതുകൊണ്ട് ജനങ്ങൾ വലിയ തിരിച്ചടി നൽകാൻ പോകാൻ 65 കൊല്ലക്കാലം ഈ സംസ്ഥാനത്ത് തകർത്തതിൻ്റെ വലിയൊരു ശിക്ഷ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകും. അതുവഴി കഴിഞ്ഞ 11 വർഷക്കാലത്തെ അവരനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദി സർക്കാർ നടത്തിയ വികസനം, ജനക്ഷേമം അതനുഭവിക്കാൻ തയ്യാറായിട്ടുള്ള, അനുഭവിക്കാൻ സാധിച്ച മലയാളികൾ ഇത്തവണ അദ്ദേഹത്തിന് അനുകൂലമായി BJPക്കും NDAക്കും അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. അതുകൊണ്ട് വികസിത കാട്ടാക്കട, വികസിത കേരളം അത് മോദിയോടൊപ്പമായിരിക്കും. അതുപോലെ കാട്ടാക്കടയാകുമ്പോൾ കൃഷ്ണദാസിനോടൊപ്പമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ എതിരെ നിൽക്കുന്നത് ശക്തരായ സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ ഒരു കടുത്ത പോരാട്ടം ഉണ്ടാവുമോ മണ്ഡലത്തിൽ? അല്ല, എതിരാളികളെക്കുറിച്ച് ഞങ്ങൾ അവരെയൊന്നും താഴ്ത്തി കാണിക്കൊന്നുമില്ല. ഞങ്ങളുടെ എതിരാളികൾ എന്ന് പറയുന്നത് ഞങ്ങളെ ശത്രുക്കളൊന്നുമില്ല. ആ കാഴ്ചപ്പാടും ഞങ്ങൾക്കില്ല. എതിരാളികൾ അവരുടെ പ്രസ്ഥാനത്തിൽ വലിയവരാണ്. അതിനെക്കുറിച്ച് വ്യക്തിപരമായിട്ടുള്ള യാതൊരു താരതമ്യവും പരാമർശവും ഞങ്ങൾ നടത്തുന്നില്ല. പക്ഷേ അവരുടെ പാർട്ടിയും അവരുടെ മുന്നണിയും ഭരണം നടത്തിയിട്ട്, അല്ലെങ്കിൽ അവർ ജനപ്രതിനിധികളായിട്ട് ഈ മണ്ഡലത്തിന് എന്ത് കിട്ടി, കേരളത്തിന് എന്ത് കിട്ടി? കാട്ടാക്കടക്ക് എന്ത് കിട്ടി, കേരളത്തിന് എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല. ഈ കാട്ടാക്കടൻ്റെ പ്രത്യേകത, ഇവിടെ സ്ഥലം MLA ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ അടുത്ത തെരഞ്ഞെടുപ്പിന് 10 ദിവസം മുമ്പ് അവിടെ വരിക എന്ന് പറയുന്നത്. ആ സമയത്താണ് അദ്ദേഹത്തിന് നൽകിയ വാഗ്ദാനത്തെക്കുറിച്ചും വിസ്മയത്തെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും ഓർമ്മയുണ്ടാകുന്നത്. ആ സമയത്ത് ഒരു ഉഡായിപ്പ് ഉദ്ഘാടനങ്ങൾ നടക്കും. ഇത് തന്നെയാണ് കേരളത്തിലും. കണ്ടില്ലേ, പിണറായി വിജയൻ ഈ 10 വർഷം ഭരിച്ചിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് വയനാട്ടിൽ പോയിട്ട് വെടിവെച്ചു. ഒരു റോഡ് ഉണ്ടാക്കുന്നതിന് വെടിവെച്ചു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 6 ദിവസം മുമ്പാണ് ഈ വെടിവെപ്പ്. ഇതാരെ പറ്റിക്കാനാണ്? അതുകൊണ്ട് ഇനി ഈ ജനങ്ങളെ സംബന്ധിച്ച് ഇവർ മാർക്സിസ്റ്റ് പാർട്ടിയെ മടുത്തു, കോൺഗ്രസിനെ മടുത്തു. അവർക്കൊരു മാറ്റം വേണം. ആ മാറ്റം കൊടുങ്കാറ്റിൻ്റെ വേഗതയുള്ള മാറ്റമായിരിക്കും. കേരളത്തിലാകമാനം ഇവരുടെ എല്ലാ കോട്ടക്കൊത്തളങ്ങളും തകരും. ഒരു പുതിയ രാഷ്ട്രീയം കേരളത്തിലുണ്ടാകും. അത്
BJPയുടെയും NDAയുടെയും വികസനത്തിൻ്റെ, വിശ്വാസ സംരക്ഷണത്തിൻ്റെ, അതോടൊപ്പം സുരക്ഷിതത്വത്തിൻ്റെ ഒരു പുതിയ രാഷ്ട്രീയമായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അനേകം താമരകൾ വിരിയും. അതിലൊരു താമര ഈ കാട്ടാക്കടയിലായിരിക്കും, സംശയമില്ല. മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ആവശ്യമുണ്ട് എന്ന് തോന്നിയിട്ടുള്ളത്? ഇവിടെ സ്വാഭാവികമായിട്ട് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം അടിസ്ഥാനപരമായിട്ട് കാർഷിക മേഖലയിൽ വികസനം. ഇവിടെ ജനങ്ങൾ ധാരാളം കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പക്ഷേ അതിന് വിപണിയില്ല. അതിന് മൂല്യവർദ്ധിത വസ്തുക്കളാക്കാൻ കഴിയുന്നില്ല. അതുപോലെ കർഷകൻ്റെ ഉൽപ്പന്നങ്ങൾ അത് അസംസ്കൃത വസ്തുവാക്കിക്കൊണ്ട് ചില വ്യവസായങ്ങൾ ഇവിടെ ആരംഭിക്കണം. എന്നാൽ ഇവിടുത്തെ കർഷകന്മാർ രക്ഷപ്പെടും, പുതിയ തലമുറക്ക് ജോലി കിട്ടും. അതുപോലെ വ്യാവസായിക മേഖലയിൽ ഇപ്പം നമ്മുടെ വിഴിഞ്ഞം വന്നിരിക്കുന്നു. ആ വിഴിഞ്ഞം ആരംഭിക്കുന്ന ഔട്ടർ റിംഗ് റോഡ് ഇതിലൂടെ കടന്നു പോവുക. സ്വാഭാവികമായിട്ടും നമ്മുടെ ഇതിനെ നമുക്ക് പല രീതിയിൽ നമുക്ക് ഇത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഇവിടെ ലോജിസ്റ്റിക്കുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, അതേപോലെ IT മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, പുതിയ തലമുറക്ക് ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കണ്ടേ? അവർ ചെറുപ്പക്കാർക്ക് അഭിമാനത്തോടുകൂടി ജീവിക്കണ്ടേ? സ്വന്തം കാലിൽ നിൽക്കണ്ടേ? അങ്ങനെ ഈ വ്യാവസായിക മേഖലയിൽ മാറ്റങ്ങളുണ്ടാകണം. ഇവിടെ ആരോഗ്യ മേഖലയിൽ ഒരു മര്യാദയ്ക്ക് ഡോക്ടറുള്ള ഒരു സർക്കാർ ആശുപത്രിയുമില്ല. ഇവരൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് എന്താ ജനങ്ങളോട് പറയേണ്ടത്? മാത്രമല്ല, ഇവിടെ കുടിവെള്ളം വിലക്കപ്പെട്ട കനിയാണ്. പല പഞ്ചായത്തിലും കുടിവെള്ളമേ ഇല്ല. ആരോഗ്യ മേഖല തകർന്നു, ഈ ശുദ്ധജല വിതരണം അവതാളത്തിലായി. അതുകൊണ്ട് എല്ലാ മേഖലയിലും തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പുതിയ എല്ലാ മേഖലയിലും സമഗ്രമായ വികസനമായും ആവശ്യമാണ്. അതാണ് ഞങ്ങൾ വികസിത കാട്ടാക്കട എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ശാസ്ത്രീയമായ പ്രായോഗികമായ ഒരു വികസന പത്രിക ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. അത് ഞങ്ങൾ നടപ്പാക്കുകയും ചെയ്യും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു പുതുചരിത്രം സൃഷ്ടിച്ച് BJP അധികാരത്തിലെത്തി. അത് തന്നെയായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, തിരുവനന്തപുരം കോർപ്പറേഷനുണ്ടായ വിജയം അതൊരു തുടക്കം. ആ രാഷ്ട്രീയ വിപ്ലവം കേരളം മുഴുവൻ വ്യാപകമാകാൻ വേണ്ടി പോവുകയാണ്.